ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു യാത്രാ വ്ളോഗാണ് കേട്ടോ. അതായത് ഇന്ന് ഒരു ചെറിയ ഷിപ്പ് യാത്രയുണ്ട്. അപ്പോൾ ഒരു 1 വീക്കിന് മുമ്പ് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് ഓൺലൈനിൽ. അപ്പോൾ ഇന്നാണ് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ പോണ ടൈമിൽ എൻ്റെ ബാഗൊക്കെ വലിയ കാര്യമായിട്ട് പാക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതാണ് ആൾ. പിന്നെ ഒരു യാത്രയൊക്കെയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പാക്കൊക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ 1 വീക്ക് മുമ്പ് ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. ഇന്നാണ് ഡേറ്റ് സെറ്റ് ആയത് കേട്ടോ. അതായത് നമ്മൾ കൊച്ചി ബോൾഗാട്ടിയിൽ നിന്ന് ഒരു ചെറിയൊരു ക്രൂയിസ് ഷിപ്പ് യാത്രയുണ്ട്, അതിന് പോണതാണ്. അപ്പോൾ പോണ വഴിക്ക് ഇതാണ് കേട്ടോ കേരള ഹൈക്കോർട്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ ബോൾഗാട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ബോൾഗാട്ടിക്ക് പോയ, അതായത് ഒരു ഗ്രാൻഡ് ഹയാത്തിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതിലൂടെ ഞാൻ പോയപ്പോൾ ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഹൈക്കോർട്ട് റോഡാണിത്. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ ഈ സൈഡും നല്ല നല്ല ഫ്ലാറ്റുകളും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ കുറേ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. എന്നെ കൂടുതൽ ആകർഷിച്ചത് ആ ഫ്ലാറ്റാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഇത്രയും വലിയ ഒരു ഫ്ലാറ്റ് കണ്ടിട്ടില്ല, അത്ര ഉണ്ടായിരുന്നു. ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ വലിയ ഫ്ലാറ്റായിരുന്നു. അതിൻ്റെ അടുത്തേക്ക് വരുന്തോറും അതിൻ്റെ വലിപ്പത്തിൻ്റെ വ്യാപ്തി മനസ്സിലായത് അടുത്ത് നിന്നപ്പോഴാട്ടോ. ഇതൊരു പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റായിരുന്നു. അപ്പോൾ അത്രയ്ക്കും ഭയങ്കര ഒരു ഫ്ലാറ്റ് തന്നെയാണ് കേട്ടോ. കേരളത്തിൽ ഞാൻ ഇതുപോലത്തെ ഫ്ലാറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ കയറുന്നത് ഇങ്ങനെ ഒരു പാലത്തിലേക്കാണ്. പിന്നെ കായലൊക്കെയാണ്, കായൽ, കടൽ, അങ്ങനെയൊക്കെയാണ്. അതാണ് കേട്ടോ ഗ്രാൻഡ് ഹയാത്ത്. അവിടെ പോയ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് പോയി കാണാം. ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് പോകാനുള്ള ഷിപ്പ്. ഇതിൻ്റെ പേര് നെഫർട്ടിറ്റി എന്നാണ്. ഇത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നൊരു ഷിപ്പാണ്. ഇത് പുതിയ ഷിപ്പൊന്നും അല്ല, ഒരു 5 വർഷം പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ 5 വർഷം മുമ്പാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇതിൽ യാത്ര ചെയ്യാണ്. ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒരു ക്രൂസ് ഷിപ്പാണ്. അത്യാധുനികം, ആഡംബരം എന്ന് തന്നെയൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കയറാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ, ഇത് ഒരു ഡേയിൽ 2 ഷിഫ്റ്റാണുള്ളത്, മോർണിംഗ് ഷിഫ്റ്റും ഈവനിങ് ഷിഫ്റ്റും. മോർണിംഗ് ഷിഫ്റ്റിൽ 4 ഹവറാണ് കിട്ടുന്നത്, അതായത് 10 AM തുടങ്ങി 2 PM വരെയും. ഈവനിങ് ഷിഫ്റ്റിൽ 5 ഹവർ കിട്ടുന്നുണ്ട്, അത് 3 PM to 9 PM വരെയാണ്. നമ്മൾ 3 PM എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ജോയിൻ ചെയ്യുന്ന ടൈമാട്ടോ 3 PM. ആക്ച്വലി ഷിപ്പ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 PM-നാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഷിപ്പിൻ്റെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. നല്ലൊരു ലക്ഷറി ആയിട്ടുള്ള ക്രൂയിസ് ഷിപ്പിന് തുല്യമാണ് ഇത്. ഓൾറെഡി ബുക്ക് ചെയ്ത സമയത്ത് അഡ്രസ്സ് വെരിഫൈ ചെയ്തതാണ്. പക്ഷേ ഈ ഷിപ്പിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പും ഒന്നും കൂടി അഡ്രസ്സൊക്കെ വെരിഫൈ ചെയ്യണം. പിന്നെ ലേഡീസിനും മെൻസിനും പ്രത്യേകം ബോഡി ഗാർഡ്സ് ഉണ്ട്. അവർ നമ്മുടെ ബോഡിയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റി വിടുള്ളൂ കേട്ടോ. പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും ഇവിടെ അലവ് ചെയ്യില്ല. അതുപോലെ ഇവിടെ നിന്ന് തന്നെ ഫുഡ് ഐറ്റംസൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നേരെ കയറുമ്പോൾ ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈജിപ്ഷ്യൻ ക്യൂനെ കാണാം. ഇത് 14-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂനാട്ടോ. അപ്പോൾ ആളുടെ പേരാണ് നെഫർട്ടിറ്റി. ആളുടെ പേര് തന്നെയാണ് ഈ ഷിപ്പിലും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നേരെ കയറുന്നത് മെയിൻ ഹോളിലേക്കാണ്. ഇവിടെയാണ് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും, അതൊക്കെ കുടിച്ച് നമുക്ക് ഇവിടെ കൂളായിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അതിമനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെയാണ്. ഒരു ഈജിപ്ഷ്യൻ മാതൃകയിലാണ് ഈ ഷിപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു ഷിപ്പിലിരിക്കുന്ന ഫീലൊന്നും എനിക്ക് ആ ടൈമിൽ തോന്നിയില്ല. അത്രയ്ക്കും നല്ല കംഫർട്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഒരു ആഴക്കടലിലേക്ക് പോകുന്നതാണ്. അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസസ് ഒക്കെ വരാം. അതൊക്കെ പ്രോപ്പർ ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലൂടെ തന്നെ ഇവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല നല്ല സിംഗേഴ്സിൻ്റെ പാട്ടും ഡാൻസും ആയിട്ട് ഒരു അടിപൊളി DJ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എന്നെയും ഡാൻസ് കളിക്കാൻ വിളിച്ചതാണ്. അപ്പോൾ ഡാൻസ് കളിക്കാൻ ചെറിയൊരു ചമ്മലായതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ ഇതെല്ലാം ആസ്വദിക്കായിരുന്നു കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ പ്രായഭേദമന്യേ എല്ലാവരും വന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ചേട്ടനൊക്കെ കണ്ടു, എന്ത് ആക്റ്റീവായിട്ട് ഡാൻസ് കളിക്കണം. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്ന് ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു. അങ്ങനെ നല്ലൊരു മൊമെൻ്റായിരുന്നു കേട്ടോ അത്. എങ്ങനെ ആ ഷിപ്പിൽ എൻ്റെ ടൈം എങ്ങനെ കഴിഞ്ഞു, എങ്ങനെ പെട്ടെന്ന് തീർന്നു പോയതുപോലെയായിരുന്നു എനിക്ക്. അത്രയ്ക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അന്ന് കേട്ടോ. ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ.
അപ്പോൾ ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് പോലും അറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ 4 PM ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 PM തന്നെ ഷിപ്പ് ഇവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നവരൊക്കെ ഇങ്ങനെ ഡാൻസും പാട്ടും മേളമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മേളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് യാത്രയുടെ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുട്ടികൾക്ക് പറ്റിയൊരു തിയേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊച്ചിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഷിപ്പായതുകൊണ്ട് തന്നെ അതിൻ്റെ 2 സൈഡിലും അത് ബാലൻസ് ചെയ്തിട്ട് വേണം ടൂറിസ്റ്റുകൾ നിൽക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് ആളുകൾ അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഷിപ്പ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചിയുടെ സൗന്ദര്യം നമുക്കിവിടെ ഇങ്ങനെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയാണ്. ഇത് ഷിപ്പിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ. ഇനി സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. അതിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ സ്പേസ് ആണ്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് നല്ല വ്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ നമുക്ക് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമല്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ പ്രവേശനം. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കൊച്ചിയുടെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ കയറി ചെല്ലുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ്. ഇത് ഒരു ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. ഇവിടെ വെച്ച് നല്ല നല്ല DJയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകളെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഷിപ്പ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ടർ ഇരുന്നുകൊണ്ട് കൊച്ചിയുടെ ഓരോ പോർട്സും കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ. ഷിപ്പ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചിയുടെ ഇരുവശങ്ങളിലുള്ള ഓരോ സ്പോട്ടും കറക്റ്റായിട്ട് ഇൻസ്ട്രക്ടർ അവിടെ നിന്ന് പറഞ്ഞ് മൈക്കിൽ അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷിപ്പ് ആഴക്കടലിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പലതരം കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാവും. അതിനുള്ള പ്രിക്കോഷൻസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തന്നെ പോകുന്ന ഒരു ഷിപ്പാണിത്. അപ്പോൾ ഷിപ്പിൽ പോകുന്ന ടൈമിൽ കുറേ ഷിപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഒരു ഷിപ്പ് പോകുന്ന ചാലിൽ സാധാരണ ഫിഷിംഗ് ബോട്ടുകളൊന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ ഫിഷിംഗ് ഒന്നും, അതായത് മീൻ പിടിക്കുന്നതൊന്നും കാണാൻ സാധിച്ചില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ കാഴ്ചകളും നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് ഷിഫ്റ്റ് എടുക്കുന്നതിലും നല്ലത് ഈവനിങ് ഷിഫ്റ്റ് എടുക്കുന്നതായിരിക്കും കേട്ടോ. മോർണിംഗ് ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഷിപ്പിൻ്റെ അപ്പർ ഡെക്കിൽ വന്നിട്ട് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കില്ല. നല്ല വെയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ വെയിലിൻ്റെ കാഠിന്യമൊക്കെ കുറച്ച് കുറവുണ്ടായിരിക്കും. അപ്പോൾ ഈ വഴി പോകുമ്പോൾ ദേ അപ്പുറത്ത് കൊച്ചിയുടെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ബീച്ച്, അതുപോലെ കൊച്ചിൻ ഷിപ്പ് യാർഡ്, അങ്ങനെയുള്ള പല പല സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ. പിന്നെ പോകുന്ന ടൈമിൽ കുറേ പായ്ക്കപ്പലുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യേണ്ടതായിട്ട് കണ്ടു. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ മെയിനായിട്ടുള്ള ഷിപ്പ് INS ധ്രുവില്ലേ, അത് വരുന്നത് കണ്ടു കേട്ടോ. കടലിൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് വന്നത് ഒക്കെ കണ്ടു. അപ്പോൾ ആ ഷിപ്പ് കൊണ്ടുവന്ന് നടക്കുന്ന നേവിയിലെ ഉദ്യോഗസ്ഥരുടെ 2-3 ബോട്ടിൽ അവരിങ്ങനെ ഷിപ്പിന് പുറകെ ഇങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടു. ആ ടൈമിൽ മുകളിൽ ഹെലികോപ്റ്ററിൽ നേവിയിലെ ഉദ്യോഗസ്ഥർ തന്നെ ഇങ്ങനെ പാസ് ചെയ്യുന്നത്, അതുപോലെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാട്ടോ ആ ഷിപ്പൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകണതും അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതൊക്കെ. അപ്പോൾ ദേ വരുന്നതാണ് കേട്ടോ INS ധ്രുവ്.
അങ്ങനെ ഷിപ്പ് ആഴക്കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ദൂരെ നിന്ന ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാം, മറയത്ത് ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് പോകുന്നതായിട്ട് കാണാം. പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ ചുറ്റും കാണുന്ന മൊത്തം വെള്ളമായിരിക്കും. ആ ടൈമിലാട്ടോ സ്നാക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ടൈമിൽ വന്ന് സ്നാക്സ് കഴിക്കുക. സ്നാക്സിന് മോമോസ് കുക്കീസും ആയിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഇതേ ദൂരേന്ന് ഒരു ഷിപ്പ് വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ സൂം ചെയ്ത് ഇങ്ങനെ എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ കൂടെ സൺസെറ്റും ഇങ്ങനെ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ടീ ഒക്കെ കുടിച്ച് മേളിലേക്ക് ചെന്നാൽ പിന്നെ DJയും പാർട്ടിയൊക്കെ ആട്ടോ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ വന്നവരൊക്കെ ഇവിടെ കിടന്ന് ഫുൾ ടൈം ആടലും പാടലും ഒക്കെയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ദൂരെ സൺസെറ്റ് വ്യക്തമായിട്ട് കാണാനൊക്കെ സാധിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ സൺസെറ്റ് കണ്ടു. പിന്നെ സൺസെറ്റൊക്കെ കണ്ട് ഒരു 7 o'clock ഒക്കെ ആയപ്പോൾ ഡിന്നർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡിന്നറിന് വെജ് ഐറ്റംസും നോൺ വെജ് ഐറ്റംസൊക്കെ ഉണ്ട്. അതൊക്കെ ബൊഫേ ആയിരുന്നു കേട്ടോ. അതൊക്കെ കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളത് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ ബേഡ്സുകൾ ഷിപ്പിന് ചുറ്റും ഇങ്ങനെ പറക്കാൻ തുടങ്ങി കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പിൻ്റെ വെട്ടം കണ്ടിട്ട് ഈ ഫിഷുകൾ ഷിപ്പിൻ്റെ ചാലിൽ ഇങ്ങനെ പൊങ്ങും. അപ്പോൾ അതൊക്കെ കൊത്തി കഴിക്കാനാണ് ഈ ബേഡ്സുകൾ ഇങ്ങനെ പറക്കുന്നത്. അതെന്ത് ബേഡ്സാണ് കറക്റ്റായിട്ട് എനിക്കറിയില്ല. പിന്നെ ഷിപ്പ് കരയോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റും വെട്ടം കാണാം, ബിൽഡിങ്സുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കരയോട് അടുക്കുന്നത് വരെ മുകളിൽ DJ പാർട്ടിയൊക്കെയാണ്. അപ്പോൾ നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട്. അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.